The number you are trying to call is currently not reachable. Please try again later. അമ്മേ, അച്ഛൻ എന്തേ വരാത്തെ? എത്ര നേരായി കാത്തിരിക്കുന്ന്. വരുമ്പോ എനിക്ക് കളർ ബുക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എത്ര നേരായി. വരുവായിരിക്കൂടാ, എന്തേലും തിരക്കിൽ പെട്ടിട്ടുണ്ടാവും. എന്നാലും എന്താ വരാത്തെ? നിങ്ങൾ ഇങ്ങനെ വെട്ടാളപ്പെടണ്ട. അവൻ ഇങ്ങ് എത്തിക്കോളും. അല്ലേലും അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ വഴുതിറ്റി പോവാൻ. ശിശിരകാലം മഞ്ഞു തൂകി പുലരിപ്പൂ മെല്ലെ മെല്ലെ ഇടലിട്ടു മേലെ മേലെ മനമേതോ പാടും കിളിയായി ഒരുമിച്ച് തെന്നൽ തേരിൽ മണലോരം നീളെ പാറാം കിനാവിന്നറുതേൻ നുണയാം ആശാമുകിൽ അതിരിടാവാനിലായി പാടുന്നു നാം പറവകൾ പോലവേ. തളിരിളം ചൂടിൽ ആ നെഞ്ചിൽ തല ചായ്ച്ചൊന്നുറങ്ങിടുവാൻ ചെറുപ്രാവുകൾ അണയുന്നിതാ ആനന്ദമായി ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ. സാറ് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം. ചുരമല്ല എവിടെയാണ്? ചുരമല സ്കൂളിന്റെ അവിടെ മേലേന്ന് മറിഞ്ഞു വീണ് പോന്നതാ. ഞങ്ങളെ ജീവനും കൊണ്ട് ഓടുക. എങ്ങനെയും എങ്ങോട്ടേലും രക്ഷപ്പെടാൻ. നിന്നെ കല്ലെറിഞ്ഞ് ഓടിച്ചതൊക്കെ നീ ക്ഷമിക്കണം. നീ ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഇതിലും വലിയൊരു ദുരിതം ഞങ്ങൾക്കിനി വരാനില്ല.
തനിയേ മിഴികൾ തുളുമ്പിയോ വെറുതെ മൊഴികൾ വിതുമ്പിയോ മഞ്ഞേറും വിണ്ണോരം മഴമായും പോലെ കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം ഒന്നോളം ചേലേറും കനവുകളും ഒരു പിടി കാവലായി വഴി തേടണം ഒരു മാറിവിൽ ചിറകേറണം ആശതൻ തേരിതിൽ പറന്നു വാനിൽ നീ ഉയരണം. എന്റെ നേരെ നീണ്ട കൈകൾ ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ അല്ല, ഇടതന്റെയോ വലതന്റെയോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടേതുമല്ല, മറിച്ച് മനുഷ്യന് നേരെ നീട്ടുന്ന കൈകളായിരുന്നു. ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുമ്പോൾ ആ കൈ കറുത്താണോ വെളുത്താണോ എന്ന് ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ആ കൈകൾക്ക് സ്വന്തം കുടുംബം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. നന്ദി പറയാൻ ഇനിയുണ്ട്. അതിർത്തികൾ കടന്നെത്തിയ സഹായങ്ങൾക്ക്, 5 സ്ക്രീനുകളെ കൺട്രോൾ റൂമുകളാക്കി പുതിയ തലമുറയ്ക്ക്, കുഞ്ഞു കുടുക്കൾ പോലും ഞങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചു കൊല്ലുന്നവർക്ക്, കേരളത്തിന് സ്വന്തം നാവികസേനയായ മത്സ്യത്തൊഴിലാളികൾക്ക്, മുണ്ടുമടക്കി കുത്തി മണ്ണിലിറങ്ങി മാതൃകയായ ഞങ്ങളുടെ താരങ്ങൾക്ക്, ഒപ്പം നെഞ്ചു വരച്ചെന്ന ജില്ലാ സംസ്ഥാന ഭരണാധികാരികൾക്ക്, പോലീസിന്, പട്ടാളത്തിന്, ഫയർഫോഴ്സിന്, KSEBിക്ക്, മീഡിയയ്ക്ക്, പിന്നെ ഒറ്റക്കെട്ടായി ദുരിതത്തെ നേരിട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് നന്ദിയുണ്ട്. തകർന്നു പോയിടത്ത് പ്രതീക്ഷയുടെ കിരണങ്ങൾ അന്ന് ഉദിച്ചുയർന്നു. നാടൊന്നിച്ച് കൈപിടിച്ചു കയറ്റിയ ഒരുപാട് ജീവനുകൾ, ജീവിതങ്ങൾ, സ്വാർത്ഥ ലാഭമോഹങ്ങളിൽ അടിമപ്പെടാതെ ഇന്നും മനസാക്ഷിയുടെ ഉറവ വറ്റിയിട്ടില്ലെന്ന് കാണിച്ചു തന്ന രാപ്പകലുകൾ. 190 അടി നീളമുള്ള പാലം 16 മണിക്കൂറുകൾ കൊണ്ട് പണിത ഇന്ത്യൻ ആർമി തൊട്ട് സാധാരണക്കാരിൽ സാധാരണക്കാർ പോലും ഒന്നിച്ച് ഒരേ മനസ്സോടെ വയനാടിനെ തിരിച്ചെടുത്തു. സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആത്മവിശ്വാസത്തിന്റെയും മുന്നിൽ ജാതിയോ മതമോ എന്തിന് അതിർത്തികൾ പോലും വലുതല്ലെന്ന് തെളിയിച്ച നിമിഷങ്ങൾ. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമായി തീർന്ന ഒരുപാട് കരങ്ങൾ. ഒലിച്ചിറങ്ങിയിടത്ത് ഇന്ന് പല ജീവിതങ്ങൾ വീണ്ടും തളിർക്കുന്നു. മനുഷ്യ മനസ്സിൽ കുത്തിയൊലിച്ചു പെയ്യുന്ന മനുഷ്യത്വം ഉള്ളിടത്തോളം നമ്മൾ ഒന്നിച്ച് ഏത് സങ്കടക്കടലും നീന്തി കയറുക തന്നെ ചെയ്യും. നേരിൽ വന്നേ